ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ നമ്മളെ ഇവിടുത്തെ തോട്ടത്തിൽ കുറച്ച് വിറക് ഉറക്കാൻ പോകുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് വിറവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വിറവൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആവും കേട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, നമുക്കൊന്ന് വിറക് ഉറക്കാൻ പോകാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ. പക്ഷേ ഇന്നെന്തോ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വാ പോകാമെന്ന് പറഞ്ഞു. ചേട്ടൻ സെക്കൻഡ് സാറ്റർഡേയും സൺഡേ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാനും അമ്മയും ചേട്ടനും കൂടെ 3 പേരായിട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അധികം ദൂരമൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മ പോകുന്നത്. ആരും ഇല്ലല്ലോ. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ അവിടുത്തെ ചെറിയൊരു കനാലാണ്. അപ്പം അത് കനാൽ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അവിടെ ഏക്കർ കണക്ക് ഉണ്ട് കേട്ടോ. കനാൽ ഏക്കറല്ല, പക്ഷേ നല്ല നീളത്തിനുണ്ട്. അപ്പോൾ ഇത് ചെറിയ കനാലിൽ നിന്ന് വെള്ളം വറ്റാറായിട്ടുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടി ഇങ്ങനെ കയറി പോകട്ടോ. അപ്പോൾ ഇവിടുത്തെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. റബ്ബർ ഇങ്ങനെ തിങ്ങി തിങ്ങി നിന്നിട്ട് പൂവെല്ലാം പൂത്ത് നിൽപ്പുണ്ട്. ഇങ്ങനെ ഏക്കർ കണക്കിനാട്ടോ ഇവിടെ ഈ റബ്ബർ കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വലിയ വലിയ പാറകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങ് പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ പരിസരത്ത് നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. ഈ പാറയുടെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ ചെറിയൊരു പാറയാണ്. ചെറിയ പാറയെന്ന് വെച്ചാൽ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഇതുകൂടി ചാടി ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു പാറയാണ് ഇത്. ഞങ്ങളുടെ ഇവിടെ വഴി വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അവർ. ഇതിപ്പം പാല് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ തൊഴിലുറപ്പുകാർ വന്ന ഇത് മൊത്തം വെട്ടിയിട്ടത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കനാൽ കാണാൻ പറ്റും. പിന്നെ ആൻറ്റിയുടെ വീട് കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിന് താഴത്തെ വീടാണ്. പിന്നെ അവിടെ ചെറിയ തോടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ കാണുന്ന ഫുള്ള് തോടാണ്. അവിടെ നിന്ന് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. വലിയ വെള്ളച്ചാട്ടമല്ല, കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. അത് വെള്ളം കൂടുമ്പോൾ മാത്രം, അതായത് മഴയൊക്കെയുള്ള സമയത്ത് നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുത്തി ഒലിച്ചിങ്ങി വരും. നല്ല ഭംഗിയാണ്. ആ കുഴിയിലോട്ട് ഇങ്ങനെ വന്ന് വീഴുമ്പം ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറുകി കുറുകി നല്ല ഭംഗിയാണ്. പാല് രൂപത്തിലുള്ള വെള്ളം, പാൽപ്പുഴ, പാലരുവി അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലെയൊക്കെ. പിന്നെ ഞാനിങ്ങനെ വിറവൊക്കെ കൊണ്ടിങ്ങനെ ചെറിയൊരു വിറവ് കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ടെന്ന് വെച്ചാൽ റോഡാണ്. ഇവിടുന്ന് അപ്പുറത്തെ വശത്ത് റോഡാണ്. അതിൻ്റെ അപ്പുറത്തെ വശത്ത് നടുക്ക് റോഡ് വന്നിട്ട് 2 വശത്തായിട്ട് നമ്മുടെ റബ്ബറും തോട്ടമാണ്. പിന്നെ കുറേ പാറകളുണ്ട്. എവിടെ നോക്കിയാലും പാറയാണ്. കുഞ്ഞു പാറ മുതൽ വലിയ പാറ വരെയുണ്ട് ഇവിടെ. അങ്ങ് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണെന്നൊക്കെ മാമൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ചെറിയൊരു കനാലാണെന്ന് തോന്നണം. ഞാനത് ചെന്ന് നോക്കാൻ വേണ്ടി പോവേണം കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ വലിയ കാര്യത്തിലൊന്നുമില്ല. കുറേ ഉണങ്ങി കിടക്കുന്ന നമ്മുടെ പുല്ലുണ്ടല്ലോ, പുൽച്ചെടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് പോയത് വെള്ളമെങ്കിലും കാണുമെന്ന്. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. അവിടെ കുറേ കല്ലും മണ്ണും ചെടികളും മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു വല്ല പാമ്പും ചേരിയൊക്കെ കാണുമെന്ന്. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ നിന്നില്ല. പറയാൻ പറ്റില്ല എപ്പോഴാണ് കയറി വരുന്നതെന്ന്. കാരണം ഇങ്ങനെ ഈ റബ്ബറും തോട്ടത്തൊക്കെ തണലൊക്കെ പ്രതീക്ഷിച്ച് കൊന്നു കിടക്കുമല്ലോ. ഇപ്പം നമ്മുടെ ചൂട് കാലമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിറവ് കുറയ്ക്കിയ സമയത്ത് അതിൻ്റെ അകത്തൊരു പുൽച്ചാടി ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കമ്പിട്ട് അനക്കിയിട്ടില്ല, അതങ്ങ് പോകുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു പോയത് കേട്ടോ. പിന്നെ ഇത് അവർ വെട്ടിയിട്ട റോഡാണ്, ഇങ്ങനെ പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ആ തോടൊക്കെ തോടെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തോടെന്ന് പറയുന്നത് ആ ചെറിയൊരു സ്ഥലം കാണാൻ പറ്റും, വെള്ളമുള്ള സ്ഥലം. അപ്പം ഞാനത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് പാറ കേട്ടോ. ഇത് അത്യാവശ്യം നീണ്ട പാറയാണ്. സൗണ്ട് അടയുന്നുണ്ട്, നന്നായിട്ട് അടയുന്നുണ്ട്. കാരണം ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 മണി ആവാറായി കാണും. എന്നിട്ട് എൻ്റെ സൗണ്ടൊന്നും ശരിയായില്ല. എന്നും രാവിലെ എനിക്കുള്ളതാണ്. പിന്നെ പനിയും കൂടെ ആയതുകൊണ്ടാണ് ഈ സൗണ്ട് കൂടെ അടഞ്ഞു കയറി വരുന്നത്. കണ്ടു, നല്ല പച്ചപ്പല്ലി. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റും എല്ലാം നല്ല വൈവാണ് കേട്ടോ. പിന്നെ ഈ പാറയിൽ വണ്ടിയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, കാലൊക്കെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഇവിടെ തന്നെ ഇരുന്നോ, നീ ഇറങ്ങണ്ട, ഞാൻ പോയി പറക്കിക്കോളാന്ന് പറഞ്ഞ് വിറക്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വിറക്. ഈ സമയത്ത് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഉണക്കലും കൂടെ ആയുണ്ട്. ഇവിടെ ഉണക്കലെന്നാണ് പറയണത്, എനിക്കങ്ങനെ അറിയാം. അമ്മ അങ്ങനെയാണ് പറയണത്. ഈ നമ്മുടെ നാട്ടിൽ വേറെ ഏതാ പറയുന്നത്, വളർച്ച, വെറിയെന്നൊക്കെ പറയും. അങ്ങനെ ആയതുകൊണ്ട് വിറവൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീണ് കിടക്കും. അമ്മ അത് പോയി പറക്കാൻ വേണ്ടി പോയേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കാടാണ്. എന്നിട്ട് താഴോട്ട് ഞാൻ പറഞ്ഞ ചെറിയൊരു അരുവി എന്ന് പറയാം കേട്ടോ. ആ തോടാണ്. അവിടെ ഇങ്ങനെ ചെറിയ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടുന്നേ വരെയാണ് ഇങ്ങനെ ഏതോ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവിടെ ആ സമയത്ത് ഇരുന്ന സമയത്ത് നല്ല മണം. നമ്മൾ ഈ ചെറിയ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ, അപ്പം അങ്ങനെ മണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയ സമയത്ത്
ഒരു മുൾച്ചെടിക്കകത്ത് ഇങ്ങനെ വെള്ളപ്പൂ പൂതിയാണ്. അപ്പം അമ്മ പറഞ്ഞത് കാട്ടുമുല്ല, അമ്മ അല്ല, ഞാൻ വിചാരിച്ചു കാട്ടുമുല്ല എന്തെങ്കിലും ആയിരിക്കുമെന്ന്, ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ള മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നല്ലൊരു മണം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊക്കെ ആസ്വദിച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ്. പിന്നെ സൂം ചെയ്ത് കാണിക്കാൻ നോക്കി, പക്ഷെ അത് കാണാൻ പറ്റില്ല, വെള്ളമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ ഇത്രയും നാളിനിടയ്ക്ക് ആ സ്ഥലം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അമ്മയെ വിളിച്ചൊക്കെ പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നാണമ്മ എന്നൊക്കെ. കാരണം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കുറച്ച് വശത്ത് ഇങ്ങനെ വലിയ വലിയ മരങ്ങൾ, ഇപ്പുറത്തെ വശത്ത് തട്ടായിട്ട് ഇങ്ങനെ ഇടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ കുറേ പാറക്കല്ല് കൂടി കിടന്നിട്ട്, പാറയുണ്ടല്ലോ, പാറക്കല്ലല്ല, പാറ ഇങ്ങനെ കൂടി കിടന്നിട്ട് ഒരു മരം ഇങ്ങനെ അവിടെ നിൽക്കണം. അതെന്തോ ഭംഗിയായിരുന്നു കാണാൻ. ഞാനിത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാണുമായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.